ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും എക്സാമിൻ്റെ ഒരു ടെൻഷനിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. വളരെ കൂളായിട്ട് എക്സാമിന് നമുക്ക് എജൂമി നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പുകളും ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഒരിക്കൽ കൂടെ എജൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട്. നമ്മുടെ എജൂമിയോടൊപ്പം ലോകത്ത് എവിടെ നിന്നും +1, +2, ഡിഗ്രി, PG ചെയ്യാം. പരിചയസമ്പന്നരായ അധ്യാപകർ, മിതമായ ഫീസ്, 24 മണിക്കൂർ മെന്റർഷിപ്പ്, കഴിഞ്ഞ 3 ബാച്ചുകളിൽ 100% വിജയം, കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. എജൂമി, കേരള, തമിഴ്നാട്, കർണാടക. ആ സപ്പോർട്ടും നിങ്ങൾക്ക് എജൂമി നൽകും. മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആരും ടെൻഷൻ അടിക്കണ്ട. കാരണം നമ്മൾ പഠിച്ച ഉടനെ തന്നെ എക്സാമിലേക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ മെമ്മറിയിലുള്ള ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് എക്സാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വീക്ഷിച്ച് നോക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവാത്തതുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കി. ഡിഫൈൻ ആന്ത്രോപോളജി. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ വായിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഡിഫൈൻ ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ബ്രഹ്മസമാജ്. ബ്രഹ്മസമാജിൻ്റെ സ്ഥാപകൻ ആരാണ്? ഹു കോയിൻ ദ ടേം സാംസ്കൃതൈസേഷൻ. സംസ്കൃതവൽക്കരണം എന്ന് പറയുന്ന ടേം ആരാണ് എന്താ പറയുക കോയിൻ ചെയ്തത്? അതിൻ്റെ ഫാദർ ആരാണ്? അത് പരിചയപ്പെടുത്തിയത് ആരാണ്? നെയിം ദ ജേണൽ ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ ഒരു ജേണലിൻ്റെ പേരെന്താണ്? ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓക്കെ, ഹു സ്റ്റാർട്ടഡ് ദ ജേണൽ ഈസ്റ്റേൺ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്ന ജേണൽ ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, അതുപോലെ ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സയൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് 8ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഹു കോയിൻ ദ ടേം ഡൊമിനന്റ് കാസ്റ്റ്. പ്രബല ജാതി എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തത്? അതുപോലെ ഓർഗാനിക് അനോളജി എന്ന് പറയുന്ന കൺസെപ്റ്റ് പരിചയപ്പെടുത്തിയത് ആരാണ്? ഹു ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ സോഷ്യോളജിസ്റ്റ്. ആരാണ് ഇന്ത്യൻ വുമൺ സോഷ്യോളജിസ്റ്റ്? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ സോഷ്യോളജിസ്റ്റ് ആരാണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വേദിക് ടെക്സ്റ്റ് ഫസ്റ്റ് മെൻഷൻസ് അബൌട്ട് ജാതി. ജാതിയെക്കുറിച്ച് ആദ്യമായി മെൻഷൻ ചെയ്ത വേദിക് ടെക്സ്റ്റ് ഏതാണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ ഓഥർ ഓഫ് ഹോമോ ഹെറാർക്കിക്കസ്. ഹോമോ ഹെറാർക്കിക്കസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഓഥർ ആരാണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ. ഹു റിഫേഴ്സ് അൺടച്ചബിൾ ആസ് ദ ഹരിജൻ. തൊട്ടുകൂടാത്ത വിഭാഗക്കാരെ ഹരിജൻ എന്ന് പറഞ്ഞത് ആരാണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫീഡിങ് ദ ബനിയ എന്ന് പറയുന്ന പ്രശസ്തമായ പുസ്തകം ആരാണ് രചിച്ചത്? ഈ 15 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയും എന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസറിലേക്കൊന്ന് പോവാം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ഒന്ന് നോക്കാം. സെക്ഷൻ എ. ഇതിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സെക്ഷൻ എയിൽ ഏറ്റവും സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് പറഞ്ഞാൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 15 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ 10 എണ്ണം മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ആൻസർ എനി 10 ക്വസ്റ്റ്യൻസ് ഇൻ 1 വേർഡ് ഓർ സെൻറ്റൻസ്. ഒറ്റ വേർഡിലോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലോ മാത്രം എഴുതേണ്ട 15 ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യണം. 15 ക്വസ്റ്റ്യൻസിൽ 10 എണ്ണം മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓരോന്നിനും ഓരോ മാർക്ക് വീതം നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ഡിഫൈൻ ആന്ത്രോപോളജി. നമുക്കൊന്ന് ആൻസറിലൂടെ പോയോക്കാം. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ എന്താ? ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻസ്, ദെയർ സൊസൈറ്റീസ്, കൾച്ചേഴ്സ്, ബയോളജിക്കൽ ആസ്പെക്ട്സ് ബോത്ത് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. നല്ല സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ്, മനുഷ്യനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ആന്ത്രോപോളജി. ഓക്കെ, ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ. ഓക്കെ, ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ.
മനുഷ്യനെ കുറിച്ചുള്ള എന്താ പറയാ ശാസ്ത്രീയ പഠനമാണ്. അവരുടെ സമൂഹം, അവരുടെ സംസ്കാരം, അതിൻ്റെ ബയോളജിക്കൽ ആസ്പെക്ട്, ഇവയെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി. ഇത്ര എഴുതിയാൽ മതി, നമുക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം? സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? വളരെ ക്ലിയർ ആണ്, AR ദേശായി ആണ്. അപ്പോൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന പുസ്തകം എഴുതിയത് AR ദേശായി ആണ്. നമുക്ക് വീണ്ടും 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ബ്രഹ്മ സമാജ്? ബ്രഹ്മ സമാജിന്റെ ഫൗണ്ടർ ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളെന്നും പഴയ കാലത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ബ്രഹ്മ സമാജിന്റെ നേതാവ് രാജാറാം മോഹൻ റോയ് ആണ്. നിങ്ങളത് ശരിയാണെങ്കിൽ നിങ്ങൾ ഒരു ടിക്ക് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലൊരു മാർക്ക് ഇടുക. അപ്പോൾ 3 മാർക്ക്. സംസ്കൃതവൽക്കരണം എന്ന വേർഡ് നമ്മൾ എത്രയോ ഡിസ്കസ് ചെയ്തതാണ്. സംസ്കൃതവൽക്കരണം എന്ന വേർഡ് ആരാണ് കോയിൻ ചെയ്തത്? അതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? MN ശ്രീനിവാസാണ്. വീണ്ടും നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ആൻസറുകളാണ്. ഒന്ന് നോട്ട് ചെയ്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ്. ലെറ്റ്സ് കണ്ടിന്യൂ. നെയിം ഓഫ് ദ ജേണൽ. എത്രാമത്തെ ക്വസ്റ്റ്യനാ? 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇല്ല, ഇതിൽ നമ്പർ ഇട്ട് ജസ്റ്റ് മിസ്റ്റേക്ക് ഉണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ഓഫ് ദ ജേണൽ ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ ജേണലിന്റെ പേരെന്താണ്? സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ ആണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്തതാണ്. സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ. ഓക്കെ, ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ ജേണലിന്റെ പേര് അത് സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ എന്നാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ വീണ്ടും നമുക്ക് 1 മാർക്ക് കൂടെ കിട്ടി. ഹു ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്റ്റേ കോംറ്റെ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി GS ഗുര്യേ. നോട്ട് ചെയ്യുക, ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി. ഇനി ഫാദർ ഓഫ് സോഷ്യോളജി ചോദിക്കുമ്പോൾ GS ഗുര്യേ ആരും എഴുതരുത്. ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി GS ഗുര്യയാണ്. ഓക്കെ. ഹു സ്റ്റാർട്ടഡ് ദ ജേണൽ ഈസ്റ്റേൺ ആന്ത്രോപോളജിസ്റ്റ്? ഈസ്റ്റേൺ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്ന ജേണൽ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? DN മജുംദാർ. DN മജുംദാർ ആണ്. വീണ്ടും നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സയൻസ്. പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സയൻസ് എന്ന പുസ്തകം എഴുതിയത് DP മുഖർജിയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ പുസ്തകങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ പുസ്തകങ്ങളുടെ പേര് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കണ്ടോ, ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് എന്താ പറയുക പുസ്തകങ്ങളുടെ പേര് കൊടുത്തിട്ട് അതിൻ്റെ ഓഥർ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അങ്ങനത്തെ ചോദ്യം നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കുമോ അല്ല കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമോ ഇങ്ങനെ പുസ്തകത്തിൻ്റെ പേര് കൊടുത്ത് അതിൻ്റെ ഓഥർ ചോദിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സയൻസ്? പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സയൻസ് എന്ന പുസ്തകത്തിൻ്റെ ഓഥർ ആരാണ്? ഓക്കെ, DP മുഖർജിയൻ. അതുപോലെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്, പ്രബല ജാതി, ഡൊമിനന്റ് കാസ്റ്റ്. അപ്പോൾ ഡൊമിനന്റ് കാസ്റ്റ് എന്ന ടേം അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് കണ്ടുപിടിച്ചത് ആരാണ്? MN ശ്രീനിവാസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കുമല്ലോ. നിങ്ങൾ മലയാളത്തിൽ ആൻസർ ചെയ്യുന്നവരാണെങ്കിലും ഇങ്ങനെയുള്ള വേർഡ് ടേംസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഹു കോയിൻഡ് ദ ടേം ഡൊമിനന്റ് കാസ്റ്റ്. അപ്പോൾ വെറും പ്രബല ജാതി എന്ന് പഠിച്ച ആളാണെങ്കിൽ ചിലപ്പോൾ ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് കീപ് ഇറ്റ് മൈൻഡ്, ഡൊമിനന്റ് കാസ്റ്റ് അതാണ് പ്രബല ജാതി. അപ്പോൾ ഡൊമിനന്റ് കാസ്റ്റ് എന്ന വേർഡ് ആരാണ് അതിൻ്റെ ഉപജ്ഞാതാവ്? ആരാണ്? MN ശ്രീനിവാസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുപോലെ അടുത്തത് അതിനേക്കാൾ സിമ്പിൾ ആണ്. ഓർഗാനിക് അനോളജി എന്ന വേർഡ് പരിചയപ്പെടുത്തിയത് ആരാണ്? ഓർഗാനിക് അനോളജി നമുക്കറിയാം അല്ലേ? നമുക്ക് ആ കൺസെപ്റ്റ് ഓർമ്മയില്ലേ? ഓർഗാനിക് അനോളജി എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് എന്തായിരുന്നു? ജീവികൾ പരിണമിച്ചുണ്ടായതുപോലെ സമൂഹവും അതുപോലെ പരിണമിച്ചുണ്ടായതാണ് അല്ലേ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർഗാനിക് അനോളജി എന്നുള്ള കൺസെപ്റ്റ് ആരാണ് പരിചയപ്പെടുത്തിയത്? ഓർഗാനിക് അനോളജി നമ്മൾ പറഞ്ഞില്ലേ, സമൂഹത്തിന് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് അല്ലേ? സമൂഹത്തിന് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്.
അതൊക്കെ ഓരോന്നും ഓരോന്നിന്റെ ധർമ്മം ചെയ്യുന്നുണ്ട്. ഏതുപോലെ മനുഷ്യനും ഓരോ അവയവങ്ങളുണ്ട് അല്ലെ, ആ ഓരോ അവയവങ്ങളും വ്യത്യസ്തമായ ധർമ്മം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഓർഗാനിക് അനോളജി എന്ന കൺസെപ്റ്റ് ആരാണ് പരിചയപ്പെടുത്തിയത്? ഹെർബർട്ട് സ്പെൻസർ. വെരി ക്ലിയർ. ഓക്കെ, ഹെർബർട്ട് സ്പെൻസർ. ഓക്കെ, ഹെർബർട്ട് സ്പെൻസർ. ക്ലിയർ അല്ലേ? ഹെർബർട്ട് സ്പെൻസർ ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. 6, 7, 8, 9, 10, 10 അല്ലേ? 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹു ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ സോഷ്യോളജിസ്റ്റ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ഇന്ത്യൻ സ്ത്രീ സോഷ്യോളജിസ്റ്റ് ആരാണ്? ഇറാവതി കർവെയാണ്. ഇന്ത്യൻ വുമൺ സോഷ്യോളജിസ്റ്റ് ഇറാവതി കർവെ. ഓക്കെ, വെരി ക്ലിയർ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ജാതിയെക്കുറിച്ച് ആദ്യമായി ജാതിയെക്കുറിച്ച് പറഞ്ഞ വേദഗ്രന്ഥം ഏതാണ്? ഋഗ്വേദയാണ് ആദ്യമായി ജാതിയെക്കുറിച്ച് എന്താ പറയാ മെൻഷൻ ചെയ്ത വേദഗ്രന്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹോമോ ഹെറാർക്കിക്കസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ഹോമോ ഹെറാർക്കിക്കസ്. ഈ ഹോമോ ഹെറാർക്കിക്കസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ക്ലിയർ ക്വസ്റ്റ്യൻ ആണ്. പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട്. നമ്മുടെ എജുമിയോടൊപ്പം ലോകത്ത് എവിടെ നിന്നും +1, +2, ഡിഗ്രി, PG ചെയ്യാം. പരിചയസമ്പന്നരായ അധ്യാപകർ, മിതമായ ഫീസ്, 24 മണിക്കൂർ മെന്റർഷിപ്പ്, കഴിഞ്ഞ 3 ബാച്ചുകളിൽ 100% വിജയം, കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. എജുമി, കേരള, തമിഴ്നാട്, കർണാടക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലൂയിസ് ഡുമോണ്ട് ആണ് ഹോമോ ഹെറാർക്കിക്കസ് എന്ന വേർഡ് പരിചയപ്പെടുത്തി അല്ലെങ്കിൽ എന്ന പുസ്തകം നിർമ്മിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹു റിഫേഴ്സ് അൺടച്ചബിൾസ് ആസ് ദ ഹരിജൻ? ആരാണ് തൊട്ടുകൂടാത്തവരെ ഹരിജൻ? അല്ലെ, നമുക്ക് ഓർമ്മല്ലേ ഹരിജൻ എന്ന് ദൈവത്തിന്റെ ആളുകൾ എന്ന നല്ല പദം കൊണ്ട് പരിചയപ്പെടുത്തിയത് ആരാണ്? എല്ലാവർക്കും അറിയാം, മഹാത്മാഗാന്ധിജിയാണ്. വെരി സിമ്പിൾ. അതുപോലെ നമ്മുടെ ഒരു പാഠത്തിന്റെ പേരായിരുന്നു ദ കമ്മിങ് ഓഫ് ദേവി ആൻഡ് ഫീഡിങ് ദ ബനിയ അല്ലേ, ഓർമ്മല്ലേ? ആ ഒരു യൂണിറ്റിന്റെ പേര് തന്നെയാണത്, ഫീഡിങ് ദ ബനിയ. അപ്പൊ ഈ ഫീഡിങ് ദ ബനിയ എന്ന് പറയുന്ന പുസ്തകമാണത്. ആ പുസ്തകം രചിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പാഠത്തിന്റെ ആ ഹെഡിങ് ഓർമ്മയുള്ളവർക്കൊക്കെ ഈ ആൻസർ കിട്ടും. ഡേവിഡ് ഹെർഡിമാൻ ആണ്. ഓക്കെ, ഡേവിഡ് ഹെർഡിമാൻ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ 15 ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണത്തിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടി എന്നൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, 15 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര എണ്ണത്തിന്റെ ആൻസർ കിട്ടി? ഇനി കിട്ടാത്ത ആൻസർ മാർക്ക് കുറവുള്ളവരാണെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക. നമുക്ക് നല്ല മാർക്ക് തന്നെ സെക്ഷൻ എയിൽ 15ൽ 10 എണ്ണം മാത്രമേ നമുക്ക് ആൻസർ ചെയ്യേണ്ടതുള്ളൂ. ആ 10 ആൻസർ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഉറപ്പുള്ള 10 എണ്ണം മാത്രം എടുത്ത് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വെരി സിമ്പിൾ ആണ്. ഇങ്ങനത്തെ പുസ്തകങ്ങളുടെ പേര്, ചില കൺസെപ്റ്റുകളുടെ പേര് നമ്മൾ പറഞ്ഞില്ലേ, സാൻസ്ക്രിറ്റൈസേഷൻ അത് ആരുടേതാണ്? MN ശ്രീനിവാസിൻ്റെതാണ്. അതുപോലെ ഡൊമിനന്റ് കാസ്റ്റ്, പ്രബല ജാതി, അത് MN ശ്രീനിവാസിൻ്റെതാണ്. ഇങ്ങനെ പ്രസിദ്ധമായ കൺസെപ്റ്റുകളും അതുപോലെ പ്രസിദ്ധമായ പുസ്തകങ്ങളുടെ ഓതേഴ്സിന്റെ നെയിമൊക്കെ നിങ്ങൾ മൈൻഡിൽ എടുത്തു വെക്കുക. ഓക്കെ, സെക്ഷൻ എ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ സെക്ഷൻ എ മനസ്സിലായി. എങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സെക്ഷൻ എയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി. ഓക്കെ, ഇനി സെക്ഷൻ ബി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് നോക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക. നിങ്ങളെ എന്താ പറയുക ടെൻഷൻ ആക്കാൻ വേണ്ടിയല്ല കേട്ടോ, നമുക്കൊരു വിചാരം കിട്ടാനും അതിനനുസരിച്ച് നമ്മൾ എക്സാമിന് ഒരുങ്ങാനും വേണ്ടിയാണ്. ഓക്കെ, അതുകൊണ്ട് വെരി സിമ്പിളായിട്ട് തന്നെ നമ്മളിത് എടുക്കുക. സെക്ഷൻ ബിയിൽ നോക്കി നോക്കൂ. നമ്മൾ സെക്ഷൻ ബിയുടെ ഒരു പ്രത്യേകത നമുക്ക് ആൻസർ പറയുമ്പോൾ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഓറിയന്റലിസ്റ്റ്. എന്താണ് ഓറിയന്റലിസം അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ലിസ്റ്റ് ഔട്ട് ദ 4 വർണ്ണ സിസ്റ്റം. 4 ചാതുർവർണ്ണ വ്യവസ്ഥ ഇല്ലേ അല്ലേ? ചാതുർ വർണ്ണ വ്യവസ്ഥ, അതിൽ 4 കളേഴ്സ്
ഏതൊക്കെയാണ് അല്ലെ? അതൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം ഇങ്ങനെ ഓർത്തു വെക്കും. നമ്മൾ ക്ലാസ്സിലൊരു പിരമിഡൊക്കെ വരച്ച് അല്ലേ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിഫൈൻ ഫങ്ഷണലിസം. എന്താണ് ഫങ്ഷണലിസം? അതുപോലെ BR അംബേദ്കറിന്റെ പ്രസിദ്ധമായ 2 പുസ്തകങ്ങളുടെ പേര് എഴുതുക. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ര സിമ്പിളാ. അതുപോലെ ഡിവൈൻ കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ റിവൈവലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവൈവലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫോമിസ്റ്റ് മൂവ്മെന്റ്സ്, റിവൈവലിസ്റ്റ് മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ യൂണിറ്റുകൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് സബാൾട്ടേൺ അപ്രോച്ച്, സബാൾട്ടേൺ പെർസ്പെക്റ്റീവ്, അത് എന്താണ് എന്ന് വളരെ ചുരുക്കി എഴുതാനേ ഉള്ളൂ. അതുപോലെ കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ഡിഫൈൻ സ്കൂൾ ഓഫ് തോട്ട്. നമ്മൾ സോഷ്യോളജിയിൽ വ്യത്യസ്ത തരം സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? എന്താണ് സ്കൂൾ ഓഫ് തോട്ട്? ക്ലിയർ അല്ലേ? എന്താണ് സ്കൂൾ ഓഫ് തോട്ട്? അതുപോലെ ടെമ്പററി ഇമ്പ്യൂരിറ്റി, വിശുദ്ധം അവിശുദ്ധം അല്ലേ, ശുദ്ധം മലിനം എന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ തന്നെ താൽക്കാലിക അശുദ്ധിയുണ്ട്, എന്താ പറയാ, പെർമനന്റ് അശുദ്ധിയുണ്ട്. ചോദ്യത്രേ ഉള്ളൂ, ടെമ്പററി ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലിക അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എന്താണ് ഇൻഡോളജിക്കൽ അപ്രോച്ച്? ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വ്യത്യസ്ത അപ്രോച്ചുകൾ ഉണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇൻഡോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സോഷ്യൽ ചേഞ്ച്? വളരെ സിമ്പിൾ ചോദ്യമാണ്. എന്താണ് സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്രോസ് കസിൻ മാരേജ്? എന്താണ് ക്രോസ് കസിൻ മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. എന്താണ് ജോയിന്റ് ഫാമിലി? ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് ജോയിന്റ് ഫാമിലി? ഇത്രയാണ്. എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു? സെക്ഷൻ ബിയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 15 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് എഴുതുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ സെൽഫ് എക്സ്പെരിമെൻ്റ് നടത്തും, സ്വയം ഒന്ന് ആലോചിക്കുക എത്ര എണ്ണം എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യും എങ്ങനെയൊക്കെയാണ് സെക്ഷൻ ബി ആൻസർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സെക്ഷൻ ബിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും സിമ്പിളായ സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സോഷ്യോളജി ഇൻ ഇന്ത്യയാണ്. സെക്ഷൻ ബി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സിമ്പിളായ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഇതിലും ആകെ 10 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു സുഖം, നമുക്കിതിൽ നിന്ന് ഏറ്റവും അറിയുന്ന, ഏറ്റവും ശരിയാണെന്ന് ഉറപ്പുള്ള 10 എണ്ണം മാത്രം എടുത്ത് അതിന് ആൻസർ ചെയ്യാം. ഓരോ ആൻസറിനും, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് കിട്ടും. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 മാർക്സ്. ഓരോന്നിനും 2 മാർക്ക് കിട്ടും. നമുക്ക് സോഷ്യോളജി ഇൻ ഇന്ത്യ വിജയിക്കാൻ വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കൂ. ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് 2 or 3 വരി എഴുതിയാൽ മതി. കണ്ടോ, 2-3 സെൻറ്റൻസ് എഴുതിയാൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഏതും എഴുതാം. ഈ 3 സെൻറ്റൻസിൽ നിന്ന് ഈ ഒരു 4-5 സെൻറ്റൻസ് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഓർമ്മയുള്ള ഏതും ആൻസർ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്കാൻ പറ്റും. ഓക്കെ, ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പൗരസ്ത്യ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാർക്കാണ്, സ്കോളേഴ്സിനാണ് ഓറിയന്റലിസ്റ്റ് എന്ന് പറയാം. എത്ര സിമ്പിളാണ്. ആൻഡ് ഓറിയന്റലിസ്റ്റ് ഈസ് എ സ്കോളർ ഹു സ്റ്റഡീസ് ഈസ്റ്റേൺ സൊസൈറ്റീസ്. കണ്ടോ, പൗരസ്ത്യ സമൂഹത്തെക്കുറിച്ച് പഠനം നടത്തുന്ന പണ്ഡിതന്മാർക്കാണ് ഓറിയന്റലിസ്റ്റ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? ആ സമൂഹത്തെക്കുറിച്ച് പഠിക്കുക, അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുക, അവിടുത്തെ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുക, അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് പഠിക്കുക, പ്രത്യേകിച്ച് ഏഷ്യയിൽ നിന്നുള്ള. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ സമൂഹത്തെക്കുറിച്ച് പഠനം നടത്തുന്ന പണ്ഡിതന്മാർക്കാണ് ഓറിയന്റലിസ്റ്റ് എന്ന് പറയുക. ആ പൗരസ്ത്യ ദേശത്തെ സമൂഹങ്ങളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭാഷകളെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചൊക്കെ അവർ പഠനം നടത്തും. ഓക്കെ, ഇത്രയേ ഉള്ളൂ.
ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര എഴുതിയാൽ മതി? നമുക്ക് 2 മാർക്ക് ഷുവർ. സിമ്പിൾ അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ എത്ര സിമ്പിളാണ്? അടുത്ത് നോക്കി ഏറ്റവും സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞില്ലേ ചാതുർവർണ്ണ വ്യവസ്ഥ 4 അല്ലെ? പഴയ കാലത്ത് ഇന്ത്യയിൽ 4 വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? 4 വർണ്ണങ്ങൾ അല്ലെ? ആദ്യം ബ്രഹ്മണന്മാർ, 2 ക്ഷത്രിയാസ്, 3 വൈശ്യന്മാർ, 4 ശൂദ്രന്മാർ. കണ്ടോ എത്ര സിമ്പിളാണ്? അപ്പൊ ഈ 4 നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ബ്രഹ്മണന്മാർ, ക്ഷത്രിയാസ്, വൈശ്യർ, ശൂദ്രാസ്. ഇതൊരു സിമ്പിളായിട്ട് നമുക്ക് BKVS എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ ഓർഡർ തെറ്റായിരിക്കാതെ BKVS. BK എന്ന് പറഞ്ഞാൽ ബ്രഹ്മണന്മാർ, ക്ഷത്രിയന്മാർ. VS എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദൻ ഓർത്താൽ മതി. VS എന്ന് പറഞ്ഞാൽ വൈശ്യന്മാർ, ശൂദ്രാസ്. ഇങ്ങനെ 4 വർണ്ണങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? ആ 4 വർണ്ണങ്ങളുടെ പേരും എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെരി സിമ്പിളാ. ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ധർമ്മം. ആ ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഫങ്ഷണലിസം ഈസ് എ സോഷ്യോളജിക്കൽ തിയറി that views society as a complex system of interrelated parts working together to maintain stability and social order. നമ്മൾ ഫസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സമൂഹം വ്യത്യസ്ത ഭാഗങ്ങൾ കൂടി ചേർന്നതാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും വ്യത്യസ്ത ധർമ്മങ്ങളുണ്ട്. ആ വ്യത്യസ്ത ധർമ്മങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് സമൂഹത്തിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നത്. ഇതാണ് ഫങ്ഷണലിസം. ഇസ് ഇറ്റ് ക്ലിയർ? എത്ര സിമ്പിളാ. സമൂഹത്തിന് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. ആ ഓരോ ഭാഗങ്ങൾക്കും വ്യത്യസ്തമായ ധർമ്മങ്ങളുണ്ട്. ഈ ധർമ്മങ്ങളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് സമൂഹത്തിൽ ബാലൻസും സ്റ്റെബിലിറ്റി സ്ഥിരതയും ഉണ്ടാകുന്നത്. ക്ലിയർ? 2 മാർക്ക് നമുക്കല്ലാതെ പിന്നെ ആർക്കാ കിട്ടുക? ഇസ് ഇറ്റ് ക്ലിയർ അല്ലേ? ഓക്കെ, അതും കൃത്യമായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കൂ. BR അംബേദ്കറിന്റെ എത്രയോ പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ 2 പുസ്തകം മാത്രമേ നമ്മോട് ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് അറിയുന്ന 2 പുസ്തകം അന്നിഹിലേഷൻ ഓഫ് കാസ്റ്റ്. ഒരു പുസ്തകത്തിന്റെ പേരാണ് അന്നിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി ഉന്മൂലനം. പുസ്തകത്തിന്റെ പേര് ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കാം, കാരണം പുസ്തകം ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ അന്നിഹിലേഷൻ ഓഫ് കാസ്റ്റ്. അതുപോലെ ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി. ഫുൾ എഴുതണമെന്നില്ല, ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി എന്ന് എഴുതിയാൽ മതി. ഫുൾ പേര് ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്നാണ്. ഇത്ര മതി, ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി. കണ്ടോ, ഇത്ര 2 പുസ്തകത്തിന്റെ പേരെ നമുക്ക് എഴുതാനുള്ളൂ. വേറെ ഏതെങ്കിലും പേര് നിങ്ങൾക്ക് എന്താ, വു ആർ ദ ശൂദ്രാസ് അല്ലേ, കുറെ പുസ്തകത്തിന്റെ പേരുണ്ട്. നിങ്ങൾക്ക് ഏതാണോ അറിയാം ആ 2 പുസ്തകങ്ങളുടെ പേര് നിങ്ങൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ 19ാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആൻസർ ചെയ്യാൻ പറ്റി. ക്ലിയർ അല്ലേ? ലെറ്റ്സ് കണ്ടിന്യൂ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ 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 സിമ്പിൾ അല്ലേ? ഏറ്റവും സിമ്പിളായ ക്വസ്റ്റ്യനാണ്. എന്ന് പറഞ്ഞാൽ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയ കൺട്രി, എന്താ പറയുക, താഴ്ന്ന അധികാരങ്ങൾ കുറവുള്ള പ്രദേശങ്ങളെ അടക്കി ഭരിച്ച് അവിടെ അധികാരം സ്ഥാപിക്കുക. ഇപ്പൊ ഇന്ത്യയിൽ എന്താ ചെയ്തത്? ബ്രിട്ടീഷുകാർ വന്ന് ഇന്ത്യയെ എന്ത് ചെയ്തു? കീഴടക്കുകയും ഇന്ത്യയെ അവർ ഭരിക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എ പവർഫുൾ കൺട്രി, ഒരു നല്ല പവർഫുൾ ആയ കൺട്രി ടേക്സ് കൺട്രോൾ ഓവർ എ വീക്കർ ടെറിറ്ററി ഓർ നാഷൻ. ഒരു വീക്കായ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെയോ അധികാരം എടുക്കുക അല്ലെങ്കിൽ നിയന്ത്രണം ഏറ്റെടുക്കുക. ഇതിനാണ് കോളനിവൽക്കരണം എന്ന് പറയാം. ഇതാർക്കാണ് അറിയാത്തത്? നമുക്കെന്തായാലും അറിയാം അല്ലേ? നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അധികാരമുള്ള അല്ലെങ്കിൽ പവർഫുള്ളായ രാജ്യങ്ങൾ അധികാരം അല്ലെങ്കിൽ വീക്കായ പ്രദേശത്തിൻ്റെ മേലിലോ ഒരു നാഷൻ്റെ മേലിലോ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനാണ് കോളനിവൽക്കരണം എന്ന് പറയാം. ഇത്ര എഴുതിയാൽ മതി. എന്നിട്ട് അവിടുത്തെ എക്സ്പ്ലോയിറ്റിംഗ് ഇറ്റ്സ് റിസോഴ്സ്, അവിടുത്തെ റിസോഴ്സുകൾ, അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യും, അവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യും, അവിടുത്തെ ഭൂമിയെ ചൂഷണം ചെയ്യും. ഇതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ. കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ ഈ 2 മാർക്ക് നമുക്ക് ഷുവറായി കിട്ടുന്ന 2 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ 21 കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല എങ്കിൽ പോലും ഡിവൈൻ കമാൻഡ്. ഡിവൈൻ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
നമ്മൾ ചില ചില മോശമായ പ്രവർത്തനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ദൈവത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സുപ്രീം ഡിവൈനിൽ നിന്നോ ഒക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന ഒരു ധാർമ്മിക വിശ്വാസമാണ് ഡിവൈൻ കമാൻഡ്. ഡിവൈൻ കമാൻഡ് റിഫേഴ്സ് ടു ദ ബിലീഫ്സ്, ഒരു വിശ്വാസമാണ് ദാറ്റ് മോറൽ ലോസ്, ധാർമ്മിക നിയമങ്ങൾ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആർ ഡിക്റ്റേറ്റഡ് ബൈ എ സുപ്രീം ഡിവൈൻ അതോറിറ്റി, യൂഷ്വലി ഗോഡ്. ഒരു എന്താ പറയുക പരമാധികാരിയിൽ നിന്ന് കിട്ടുന്ന ചില ആത്മീയ നിയമങ്ങൾ, ചില ധാർമ്മിക നിയമങ്ങൾ, ഇതാണ് ഡിവൈൻ കമാൻഡ്. നമുക്കറിയാം, പക്ഷെ കേൾക്കുമ്പോൾ അല്ലേ ഡിവൈൻ കമാൻഡ് എന്ന് ആദ്യ പ്രാവശ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡൗട്ട്സ് തോന്നാം. എങ്കിൽ പോലും സിമ്പിളാണ്. ഒരു സുപ്രീം ഡിവൈൻ ദൈവം, ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മോറൽ ലോസ്, ആ മോറൽ ലോസിലുള്ള വിശ്വാസമാണ് ഡിവൈൻ കമാൻഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അടുത്തത് സിമ്പിളാണ് കേട്ടോ. റിവൈവലിസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മതപാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ പഴയ കാലത്തുള്ള സംസ്കാരങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിമറിച്ച് പുതിയ സ്വാധീനം കൊണ്ടുവരുന്നതിനാണ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയാം. മനസ്സിലായില്ലേ? പഴയ മതത്തിൻ്റെ എന്താ പറയുക പഴയ പാരമ്പര്യങ്ങൾ, അതുപോലെ എന്താ പറയുക പണ്ടേക്കുള്ള എന്താ പറയുക സംസ്കാരങ്ങൾ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കറിയാം സതിയെ പോലെയുള്ള സതി നിർമാർജനം ചെയ്യുക, ചില മതത്തിൻ്റെ ആചാരങ്ങൾ ഇവയൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, ഇങ്ങനെയുള്ള മൂവ്മെന്റ്സുകളാണ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ്സ്. എ റിവൈവലിസ്റ്റ് മൂവ്മെന്റ് സീക്സ് ടു റിവൈവ് ആൻഷ്യന്റ് കൾച്ചറൽ ഓർ റിലീജിയസ് ട്രഡീഷൻ. കണ്ടോ, പുരാതന സംസ്കാരങ്ങൾ അല്ലെങ്കിൽ മതപരമായ പാരമ്പര്യങ്ങൾ ഇതൊക്കെ റിവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള മൂവ്മെന്റ്സുകളാണ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് സബാൾട്ടേൺ പെർസ്പെക്റ്റീവ്. എന്താണ് സബാൾട്ടേൺ പെർസ്പെക്റ്റീവ്? നമുക്കറിയാം എന്താണ് സബാൾട്ടേൺ പെർസ്പെക്റ്റീവ് അല്ലേ? മാറ്റി നിർത്തപ്പെട്ടവരുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെ അല്ലെങ്കിൽ എന്താ പറയുക അടിസ്ഥാന വർഗത്തിൻ്റെ ഏറ്റവും താഴ്ന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസാരം, അവരുടെ ശബ്ദങ്ങൾ, അവരെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ, അവരെ ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതൊക്കെയാണ് സബാൾട്ടൺ അപ്രോച്ച് എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവരുടെയും അതുപോലെ എന്താ പറയുക സമൂഹത്തിൽ അധസ്ഥിതമായി നിൽക്കുന്ന ആളുകളുടെയും താഴെ തട്ടിലുള്ള ആളുകളെയും ഫോക്കസ് ചെയ്യുന്ന കൺസെപ്റ്റിനാണ് സബാൾട്ടേൺ പെർസ്പെക്റ്റീവ്, സബാൾട്ടേൺ അപ്രോച്ച് എന്ന് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? നമുക്കറിയാം അംബേദ്കർ ഒക്കെ അതിനുവേണ്ടി വലിയ ശബ്ദങ്ങൾ ഉയർത്തിയ ഒരാളായിരുന്നു അംബേദ്കർ അല്ലേ? അതാണ് വാട്ട് ഈസ് സബാൾട്ടേൺ പെർസ്പെക്റ്റീവ്. ദ സബാൾട്ടേൺ അപ്രോച്ച് ഫോക്കസസ് ഓൺ ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് മാർജിനലൈസ്ഡ്, മാറ്റി നിർത്തപ്പെട്ട ഒപ്രസ്ഡ് ഗ്രൂപ്പ്സ്, അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ എന്താ പറയുക അവരെ ഫോക്കസ് ചെയ്യുക, അവരെ പെർസ്പെക്റ്റീവിലെ ഫോക്കസ് ചെയ്യുക, അതാണ് സബാൾട്ടേൺ പെർസ്പെക്റ്റീവ്. ഓക്കെ, ഇറ്റ് ചാലഞ്ച് ഡൊമിനന്റ് നറേറ്റീവ്സ് ആൻഡ് എംഫസൈസസ് വോയിസസ് ദാറ്റ് ആർ യൂഷ്വലി ലെഫ്റ്റ് ഔട്ട് ഓഫ് മെയിൻ സ്ട്രീം ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡൊമിനന്റ് നെറേറ്റീവ്സുകളെ, സമൂഹത്തിലുള്ള ആധിപത്യങ്ങളെ ഇത് വെല്ലുവിളിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ സബാൾട്ടേൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും പേഴ്സ്പെക്റ്റീവുകളെ ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത് സബാൾട്ടേൺ അപ്രോച്ച്. ക്ലിയർ അല്ലേ? വെരി സിമ്പിളായിട്ട് 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ എൻഡോഗമി, എക്സോഗമി അറിയില്ലേ? എന്താണ് എൻഡോഗമി? എൻഡോഗമി എന്ന് പറഞ്ഞാൽ ജാതിയിലുള്ള ചില ആചാരങ്ങളാണ്. ഒരു ജാതിയിൽ മറ്റൊരു ജാതി, ആ ജാതിയിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുക, ഇതിനാണ് എൻഡോഗമി. എക്സോഗമി എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നല്ലേ, അപ്പോൾ ഈ ജാതിയുടെ ഉള്ളിൽ നിന്നുള്ള ആളുകൾ മറ്റൊരു ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിന് എക്സോഗമി എന്നും പറയും. ഉണ്ടോ? കാസ്റ്റ് എൻഡോഗമി ഈസ് ദ പ്രാക്ടീസ് ഓഫ് മാരിങ് വിത്തിൻ ഓൺസ് ഓൺ കാസ്റ്റ് ഗ്രൂപ്പ്. അവരുടെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള വിവാഹങ്ങൾ നടക്കുമ്പോഴാണ് എൻഡോഗമി ആവുക. എൻഡോഗമി, അത് വേർഡ് നോക്കി വെച്ചാൽ മതി. എൻഡോഗമി, എക്സോഗമി എന്ന് പറഞ്ഞാൽ പുറത്ത്, എക്സിലെ നമുക്കറിയാലോ
എക്സ് എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നാണ്. അതുപോലെ എൻഡോഗമി എന്ന് പറഞ്ഞാൽ അകത്തു നിന്നുള്ള വിവാഹങ്ങൾക്കാണ് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് കീ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യൻ ജാതി വ്യവസ്ഥയിലെ ഏറ്റവും മൂല ഒരു സവിശേഷതയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എൻഡോഗമിയും എക്സോഗമിയും മനസ്സിലായി. എക്സോഗമിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി സ്കൂൾ ഓഫ് തോട്ട് അത് ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ സ്കൂൾ ഓഫ് തോട്ട്. നമുക്കറിയാം 2 സ്കൂൾ ഓഫ് തോട്ട് പ്രധാനമായിട്ടും സോഷ്യോളജിയിലുണ്ട് അല്ലേ? ബോംബെ സ്കൂൾ ഓഫ് തോട്ട്, ലക്നോ സ്കൂൾ ഓഫ് തോട്ട്. അപ്പൊ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. എ സ്കൂൾ ഓഫ് തോട്ട് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് ഓർ ഇന്റലക്ച്വൽസ് who share similar ideas, theories or methodologies on a subject. ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ്, ഒരു കൂട്ടം സ്കോളേഴ്സ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ, ഒരു കൂട്ടം പണ്ഡിതന്മാർ, ബുദ്ധിശാലികൾ. അവരെന്ത് ചെയ്യുന്നു? who share similar ideas, ഒരേ ആശയവും ഒരേ തിയറിയും ഒരേ മെത്തഡോളജിയും ഒരു സബ്ജക്റ്റിൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു സബ്ജക്റ്റിൽ ഒരേ മെത്തഡോളജി, ഒരേ ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ ഗ്രൂപ്പാണ് സ്കൂൾ ഓഫ് തോട്ട്. മനസ്സിലായല്ലോ? ഒരു നിശ്ചിത സബ്ജക്റ്റിൽ ഒരേ ആശയവും ഒരേ തിയറികളും ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടം ബുദ്ധിശാലികളുടെ കൂട്ടത്തെയാണ് എന്തു പറയാ? സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, വാട്ട് ഈസ് എ ടെമ്പററി ഇംപ്യൂരിറ്റി? ടെമ്പററി ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ താൽക്കാലിക അശുദ്ധി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി എന്ന കൺസെപ്റ്റിന്റെ അവിടെ കൃത്യമായി നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ടെമ്പററി ഇംപ്യൂരിറ്റി? ടെമ്പററി ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ടെമ്പററി ഇംപ്യൂരിറ്റി റിഫേഴ്സ് ടു എ റിച്വൽ സ്റ്റേറ്റ് ഓഫ് അൺക്ലീൻനെസ് ഇൻ മെനി ട്രഡീഷണൽ കൾച്ചേഴ്സ്. എന്ന് പറഞ്ഞാൽ പഴയ പാരമ്പര്യ സംസ്കാരത്തിലൊക്കെയുള്ള ഒരു എന്താ പറയാ, ഒരു അവിശുദ്ധ അല്ലെങ്കിൽ അശുദ്ധിപരമായിട്ടുള്ള ആചാരമാണ് ഈ ടെമ്പററി ഇംപ്യൂരിറ്റി, പ്രത്യേകിച്ച് ഹിന്ദുയിസത്തിലുള്ള. അതെങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഡ്യൂ ടു ഇവൻറ്റ്സ് ലൈക്ക് മെൻസ്ട്രേഷൻ, ആർത്തവം കൊണ്ട്, അതല്ലെങ്കിൽ പ്രസവം കൊണ്ട്, അതല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും മരിക്കൽ കൊണ്ട്, ഇങ്ങനെയുള്ള സവിശേഷമായ സാഹചര്യത്തിൽ മാത്രം പ്രത്യേക കാലയളവിൽ ഉണ്ടാകുന്ന അശുദ്ധിക്കാണ് ടെമ്പററി ഇംപ്യൂരിറ്റി എന്ന് പറയാം. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം: പഴയ സംസ്കാരങ്ങളിലും ഹിന്ദു സംസ്കാരങ്ങളിലൊക്കെയുള്ള താൽക്കാലിക അശുദ്ധിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് പ്രത്യേക ചില സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഉദാഹരണം ആർത്തവം, അതുപോലെ പ്രസവം, മരണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന താൽക്കാലിക അശുദ്ധിയാണ് ടെമ്പററി ഇംപ്യൂരിറ്റി. ക്ലിയർ അല്ലേ? ഈ ടെമ്പററി ഇംപ്യൂരിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെമ്പററി ഇംപ്യൂരിറ്റി ചില എന്താ പറയാ ശുദ്ധമാവാനുള്ള ചില പരിഹാരക്രമങ്ങൾ നടത്തിയാൽ അവർ ശുദ്ധിയാവും എന്നുള്ളതാണ്. എന്നാൽ എപ്പോഴും പെർമനന്റ് ഇംപ്യൂരിറ്റി ഉള്ള ആളുകൾ എത്ര ശുദ്ധിയാക്കിയാലും ശുദ്ധിയാവില്ല. എന്നാൽ ഈ ടെമ്പററി ഇംപ്യൂരിറ്റി ഉള്ള ആളുകൾ ചില ശുദ്ധീകരണ നടപടികളുണ്ട്. അത് ഓരോ ആചാരങ്ങളിലും ചില ശുദ്ധീകരണ നടപടികളുണ്ട്. ആ നടപടികൾ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാം? പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, ഇതാണ് ടെമ്പററി ഇംപ്യൂരിറ്റി. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ഇൻഡോളജിക്കൽ അപ്രോച്ചാണ്. എന്താണ് ഇൻഡോളജിക്കൽ അപ്രോച്ച്? ഇൻഡോളജിക്കൽ അപ്രോച്ച് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഇത് കൃത്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഇൻഡോളജി പറഞ്ഞാൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും പഴയ എന്താ പറയാ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് ഉണ്ടാക്കുക. അതിനാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച്. അപ്പം ആ ഒരു മൈൻഡ് എടുത്താൽ മതി. അപ്പം മനസ്സിലായി എത്ര ഇൻഡോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പഴയ ഗ്രന്ഥങ്ങളിൽ നിന്നും പുരാതന വേദഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സമീപനമാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായില്ലേ? വൃത്തിയിൽ മനസ്സിലായി അല്ലേ? ദ ഇൻഡോളജിക്കൽ അപ്രോച്ച് സ്റ്റഡീസ് ഇന്ത്യൻ സൊസൈറ്റി ത്രൂ ആൻഷ്യന്റ് ടെക്സ്റ്റ്, സ്ക്രിപ്ചേഴ്സ് ആൻഡ് ട്രഡീഷണൽ കൾച്ചറൽ പ്രാക്ടീസസ്. മനസ്സിലായല്ലോ? ഓക്കെ, പുരാതന ടെക്സ്റ്റുകളിലൂടെ, സ്ക്രിപ്ചേഴ്സിലൂടെ,
ഇതിലൂടെയൊക്കെ ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച്, ഇന്ത്യയുടെ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സമീപനമാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച്. ക്ലിയർ ആയി മനസ്സിലായി അല്ലേ? ഇനി സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് സാമൂഹിക മാറ്റം? സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ കാലങ്ങളായി സാംസ്കാരിക പാറ്റേൺസിലും സാമൂഹിക ഘടനയിലും വരുന്ന മാറ്റങ്ങൾക്കാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുക. കൃത്യല്ലേ? വളരെ ക്ലിയർ ആയി സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാമൂഹിക ഘടനയിലും സാംസ്കാരിക പാറ്റേൺസിലും കാലങ്ങളായി വരുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയാം. ഇത് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും, പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഉണ്ടാവും, ടെക്നോളജിയിലെ മാറ്റങ്ങൾ ഉണ്ടാവും, കൾച്ചറൽ ഷിഫ്റ്റ്, ഇതൊക്കെ ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടും. അപ്പോൾ ഈ എല്ലാ മാറ്റങ്ങളും സോഷ്യൽ ചേഞ്ചിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതും ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെരി കൂളായിട്ട് തന്നെ നമുക്ക് എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത ക്രോസ് കസിൻ മാരേജ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്രോസ് കസിൻ മാരേജ് നമുക്ക് അറിയുന്ന ഒരു വേർഡാണ് ക്രോസ് കസിൻ മാരേജ്. ചില എന്താ പറയുക ഗോത്രങ്ങളിൽ, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ഗോത്രങ്ങളിൽ ഒക്കെ ഇത് കോമൺ ആണ്, ഈ ക്രോസ് കസിൻ മാരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? അമ്മാവൻ്റെ മകളെ വിവാഹം കഴിക്കുക അല്ലേ? ഇതാണല്ലോ ക്രോസ് കസിൻ മാരേജ്. ഇസ് എ മാരിറ്റൽ അറേഞ്ച്മെന്റ് വേർ എ പേഴ്സൺ മാരീസ് ദ ചൈൽഡ് ഓഫ് ദെയർ പാരൻസ് ഓപ്പോസിറ്റ് സെക്സ് സിബ്ലിംഗ് അല്ലേ? ഉദാഹരണം മദേഴ്സ് ബ്രദേഴ്സ് ചൈൽഡ് അല്ലേ? നമ്മുടെ അമ്മോൻ്റെ മോളെ കിട്ടുക, അല്ലെങ്കിൽ ആ അമ്മോൻ്റെ മോനെ നമ്മൾ ഭർത്താവായി സ്വീകരിക്കുക, ഇതൊക്കെ ഈ ക്രോസ് കസിൻ മാരേജിന്റെ പരിധിയിൽപ്പെടും. നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് കോമൺ ഇൻ സം സൗത്ത് ഇന്ത്യൻ ആൻഡ് ട്രിബൽ കമ്മ്യൂണിറ്റീസ്. ഇത് സൗത്ത് ഇന്ത്യയിൽ കോമൺ ആണ്, അതുപോലെ ചില ഗോത്ര സമുദായങ്ങളിലും ഇത് കോമൺ ആണ്. ഏത്? ക്രോസ് കസിൻ മാരേജ്. ഓക്കെ, ജോയിന്റ് ഫാമിലി. ആർക്കാണ് ജോയിന്റ് ഫാമിലി അറിയാത്തത്? ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ജോയിന്റ് ഫാമിലി. അണുകുടുംബവും കൂട്ടുകുടുംബവും. ജോയിന്റ് ഫാമിലി പറഞ്ഞാൽ കൂട്ടുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ അണുകുടുംബം. എന്താണ് കൂട്ടുകുടുംബം? കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടിയ കുടുംബം എന്ന് പറഞ്ഞാൽ. അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യ ഭർത്താവ് വിവാഹം കഴിക്കാത്ത മക്കൾ, ഇവർ കൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തിനാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാം. എ ജോയിന്റ് ഫാമിലി ഇസ് എ ഫാമിലി സ്ട്രക്ചർ വേർ മൾട്ടിപ്പിൾ ജനറേഷൻ, വ്യത്യസ്ത തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നതിനാണ് എന്ത് പറയാ? ജോയിന്റ് ഫാമിലി എന്ന് പറയാം അല്ലെ? എ ജോയിന്റ് ഫാമിലി ഇസ് എ ഫാമിലി സ്ട്രക്ചർ വേർ മൾട്ടിപ്പിൾ ജനറേഷൻ ലിവ് ടുഗദർ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഷെയറിംഗ് റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവിടെയുള്ള വിഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നു, അവിടെയുള്ള എന്താ പറയാ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം പങ്കിട്ടെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ സെക്ഷൻ ബി അല്ലെ? വെരി സിമ്പിളായ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഓൺലി 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഉറപ്പുള്ള 10 ക്വസ്റ്റ്യൻസ് ഏതാണ് നമ്മൾ ആദ്യം ഒന്നിങ്ങനെ അതിനൊന്ന് വരച്ചിട്ടാൽ മതി. നമുക്ക് അറിയുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യാം. നമ്മൾ സെക്ഷൻ എയും സെക്ഷൻ ബിയും വളരെ ഡീപ്പായിട്ട് തന്നെ എന്താ സിമ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ആദ്യം ഒന്ന് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട് എന്നൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്യുക. സെക്ഷൻ സി ഇത്രയേ ഉള്ളൂ. എക്സ്പ്ലെയിൻ 3 phases in the development of sociology in India. Briefly explain the reformist movements. Write short notes on Gurier's perspective on tribes in India. Explain regional variation in kinship system. Examine the Indological perspectives to understand Indian society. What is constitutional democracy? Differentiate between simple household and complex household. Explain the concept of Dalits. Write short notes on peasant usurer. പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട്. നമ്മുടെ എജുമിയോടൊപ്പം ലോകത്ത് എവിടെ നിന്നും +1, +2, ഡിഗ്രി, PG ചെയ്യാം. പരിചയസമ്പന്നരായ അധ്യാപകർ, മിതമായ ഫീസ്, 24 മണിക്കൂറും മെന്റർഷിപ്പ്, കഴിഞ്ഞ 3 ബാച്ചുകളിൽ 100% വിജയം. കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. റിലേഷൻഷിപ്പ് ഇൻ റൂറൽ ഇന്ത്യ. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദേവി മൂവ്മെന്റ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ സിയിലുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ധാരണയുണ്ട് എന്നും നിങ്ങൾ നോട്ട് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ധാരണ കിട്ടും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കൂടെ കിട്ടും. ഏറ്റവും സിമ്പിളായ ഒരു സബ്ജക്റ്റ് ആയിരിക്കും എക്സാമിൽ, ഏറ്റവും സിമ്പിളായ ഒരു എക്സാം സോഷ്യോളജി ഇൻ ഇന്ത്യ ആയിരിക്കും. ഓക്കെ, ആൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് കണ്ടിന്യൂ. സെക്ഷൻ സി. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആൻസർ എനി 5 questions. 5 questions മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കൂ, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 10 questions ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ല എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 10 questions ഉണ്ട്. അതിൽ നമ്മൾ ആകെ എഴുതേണ്ടത് 1, 2, 3, 4, 5, 10 questions ഉണ്ട്. ഈ 10 questionsil ഓൺലി 5 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അറ്റൻഡ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 10 questionൽ ഏതെങ്കിലും 5 നമുക്ക് അറിഞ്ഞിരിക്കും. നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഈ 10 questionsil 5 questions നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 10 questionsil ഏതെങ്കിലും 5 questionസിനെ കുറിച്ച് നമുക്ക് എന്തായാലും ഒരു ധാരണ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. സിമ്പിളായിട്ട് വെരി ഹാപ്പി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. 5 questions എഴുതിയാൽ മതി 10 questionsil. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്യുക, എനിക്കറിയുന്ന ഏറ്റവും ആപ്റ്റായ, എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്ന 5 questions ഏതാണ് നമ്മൾ തിരിച്ചറിയുകയും അതിന് കൃത്യമായി ആൻസർ ചെയ്യുകയും ചെയ്യുക. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 4 marks. ഓരോ ക്വസ്റ്റ്യൻസിനും 4 മാർക്കുകളാണ്. അപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു പാരഗ്രാഫ് ആവാൻ ചിലപ്പോൾ ഒരു 10 വരിയൊക്കെ വേണ്ടി വരും അല്ലേ? 10 വരിയൊക്കെ പാരഗ്രാഫ് ആവാൻ വേണ്ടി വരും. ഓക്കെ, 10 വരിയൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് 10 വരിയും കൂടി ഇവിടെ ചർച്ച ചെയ്യാൻ നമുക്ക് സമയമല്ല. ജസ്റ്റ് അതിൻ്റെ ഹിൻസുകൾ മാത്രം നമുക്ക് പറഞ്ഞു പോവാം. ക്വസ്റ്റ്യൻ നോക്കൂ, എക്സ്പ്ലെയിൻ 3 phases ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യയിൽ സോഷ്യോളജിയുടെ ഉദയം ഫസ്റ്റ് പാഠാണിത് അല്ലേ? ഫസ്റ്റ് യൂണിറ്റ് ആണിത്, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ഇൻ ഇന്ത്യ അല്ലേ? അതല്ലേ യൂണിറ്റിന്റെ പേര്. അപ്പോൾ അതിലെ 3 ഫേസുകളെ കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യോളജി ഇന്ത്യയിൽ വികാസം പ്രാപിക്കാനുള്ള 3 കാലഘട്ടങ്ങൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്ക് സൈഡ് ഹെഡിങ് എഴുതി നമുക്കിങ്ങനെ എഴുതാം. അങ്ങനെ ഒരു ഉദാഹരണം പറയാണ്, ഇങ്ങനെ എഴുതാം. ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ ക്യാൻ ബി ഡിവൈഡ് ഇൻടു 3 മേജർ ഫേസസ്. ഫസ്റ്റ് വൺ ദ ഫൗണ്ടേഷൻ ഫേസ്, സെക്കൻഡ് വൺ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഫേസ്, മലയാളത്തിലാണ് അങ്ങനെ എഴുതാം. തേർഡ് വൺ പ്രൊഫഷണൽ ഫേസ്. എന്നിട്ട് എന്ത് ചെയ്യാം? ദ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സൈഡ് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ഫൗണ്ടേഷനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ഫൗണ്ടേഷനിൽ എന്തൊക്കെയാണ്? കസ്റ്റംസിനെ ഡോക്യുമെന്റ് ചെയ്യുക, ട്രൈബ്സ്, അതുപോലെ കാസ്റ്റ് അല്ലേ, ജാതി, ഗോത്രങ്ങൾ, ഇവിടെ ഉണ്ടായിരുന്ന കസ്റ്റംസ്, ആചാരങ്ങൾ, ഇവ ഡോക്യുമെന്റ് ചെയ്യുന്നതിലുള്ള ഒരു കാലഘട്ടമാണ് ഫൗണ്ടേഷൻ കാലഘട്ടം. അപ്പോൾ അത് എഴുതാം. അതിൻ്റെ ആളുകൾ GS ഗുരിയെ, BS ഗുഹ, നമുക്ക് അറിയുന്ന ആളുകൾ എങ്ങനെ നോട്ട് ചെയ്ത് പോയതാൽ അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ലൈൻസ് ആയി അല്ലേ? രണ്ടാമത് സെക്കൻഡ് വൺ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് എഴുതാം. എന്നിട്ട് ഒരു സൈഡ് ഹെഡിങ് കൊടുക്കാം. അല്ലെങ്കിൽ സൈഡ് ഹെഡിങ് കൊടുക്കലേ ഒരു സൈഡിൽ എഴുതിയിട്ട് ഒരു വരട്ടാൽ മതി. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്ഥാപനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിൽ എന്ത് ചെയ്തു? സോഷ്യോളജിക്കും ആന്ത്രോപോളജിക്കും ഒക്കെ വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങി. എന്നിട്ട് അവിടെ സോഷ്യൽ സ്ട്രക്ചർ, അതുപോലെ സോഷ്യൽ ചേഞ്ചിന് ഫോക്കസ് കൊടുത്തു. അതുപോലെ മൂന്നാമത്തെ ഫേസ് പ്രൊഫഷണൽ ഫേസ് ആണ്. ആ പ്രൊഫഷണൽ ഫേസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം റിസർച്ചുകൾ നടക്കും, ജേണലുകൾ ഉണ്ടാവും, പ്രത്യേകം സോഷ്യോളജിക്കൽ അസോസിയേഷൻ ഉണ്ടാവും അല്ലേ? വ്യത്യസ്തമായ തീമുകളും വ്യത്യസ്തമായ മെത്തേഡുകളും ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ടച്ച് ഉള്ള കാലമാണ് പ്രൊഫഷണൽ ഫേസ്. ഈ 3 ഫേസും ഇനിയിപ്പോൾ ഇതൊന്നും വിശദീകരിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എഴുതാം. സോഷ്യോളജിയുടെ വികാസത്തിന് 3 കാലഘട്ടം പ്രധാനമായിട്ടുണ്ട്. ഇത് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായ കാലഘട്ടമാണ്. അതിൽ നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ വിവരിച്ച് എഴുതാൻ പറ്റുമല്ലോ. അടിസ്ഥാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്ന് എഴുതാം. അങ്ങനെ ഓരോ കാലഘട്ടം നമുക്ക് ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, റിഫോമിസ്റ്റ് മൂവ്മെന്റ്സുകളെ കുറിച്ച് എഴുതാം. ഈ റിഫോം നമ്മൾ കഴിഞ്ഞ എന്താ പറയുക സെക്ഷൻ ബിയിൽ പറഞ്ഞിരുന്നു റിവൈവലിസ്റ്റ് മൂവ്മെന്റ്സുകളെ കുറിച്ച്. ഇത് റിഫോമിസ്റ്റ് മൂവ്മെന്റാണ്. റിഫോമിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിൽക്കുന്ന വിവേചനങ്ങൾ, സാമൂഹ്യ തിന്മകളെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തിനുള്ള ഒരു പ്രസ്ഥാനമാണ് റിഫോമിസ്റ്റ് മൂവ്മെന്റ്. ഓക്കെ,
ഇറ്റ് ഈസ് എയിംഡ് ടു എലിമിനേറ്റ് സോഷ്യൽ എവിൾസ്, സാമൂഹ്യ തിന്മ, ഡിസ്ക്രിമിനേഷൻ, സതി, ചൈൽഡ് മാരേജ്, അതുപോലെ മോഡേൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട്, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മൂവ്മെന്റ്സുകളാണ് റിഫോമിസ്റ്റ് മൂവ്മെന്റ്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ കിട്ടും. രാജാറാം മോഹൻ റായ്, ജ്യോതിറാവ് ഫൂളെ, സ്വാമി വിവേകാനന്ദ, ഇവരൊക്കെ ഇതിൻ്റെ നേതാക്കളായിട്ട് അറിയപ്പെടുന്നു. ഓക്കെ, അത്ര നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഉദാഹരണം നമുക്ക് വേണമെങ്കിലും സതി നിരോധിച്ചത്, ഇങ്ങനെയുള്ള മൂവ്മെന്റ്സുകൾ പലതരം മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. പഴയ പാരമ്പര്യമായി ഉണ്ടായിരുന്ന കുറേ സാമൂഹിക തിന്മകൾ മാറ്റിമറിക്കപ്പെട്ടു. വിവേചനം, സതി, ശിശു കല്യാണം, ശൈശവ വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ നീക്കപ്പെട്ടു. ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ വെരി ക്ലിയർ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണിത്. മൂന്നാമത്തത് വളരെ സിമ്പിളാണ്. ഗുരുയെക്കുറിച്ച് നമുക്ക് എന്തറിഞ്ഞാലും ഗുരുയെ ഗോത്രങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അത് ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് ആയി നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കാൻ മതി. ഞാൻ ഇപ്പോൾ പോയിന്റ് ആക്കിയത് ഒന്ന് വ്യക്തമാവാൻ വേണ്ടിയാണ്. ഓക്കെ, ഗുരിയ എന്നുള്ളത് അദ്ദേഹം ഇന്ത്യൻ ട്രൈബ്സുകളെ കുറിച്ച് പഠിച്ചു. ഇന്ത്യൻ ട്രൈബ്സുകൾ ഒരു ഐസൊലേറ്റഡ് ഗ്രൂപ്പ് അല്ല, ഒരു വേർതിരിക്കപ്പെട്ട ഗ്രൂപ്പ് അല്ല. അദ്ദേഹം ഹിന്ദു സൊസൈറ്റിയുടെ ഭാഗം തന്നെയാണ്. ഈ ഗോത്രങ്ങൾ എന്ന് പറഞ്ഞ ആളാണ് ആര്? നമ്മുടെ ഗുര്യെ. അദ്ദേഹം ഹിന്ദുയിസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ട്രിബൽ, ഈ ഗോത്ര സമൂഹങ്ങളൊക്കെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യും? ഹിന്ദു ആചാരങ്ങളൊക്കെ പുൽകുകയും അവർ ഹിന്ദുയിസത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ പാഠത്തിന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അപ്പോൾ അതും നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ കിങ്ഷിപ്പ് സിസ്റ്റത്തിലുള്ള റീജിയണൽ വേരിയേഷൻ, പല നാട്ടിലും അല്ലെങ്കിൽ പല പ്രദേശത്തും, ഇന്ത്യയിൽ പല പ്രദേശത്തും ഈ കിൻഷിപ്പ് സിസ്റ്റം പല കോലത്തിലാണ് ഉണ്ടാവുക, അല്ലേ? അതായത് നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ്, സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ്, സെൻട്രൽ സോൺ ഇന്ത്യയിൽ എങ്ങനെയാണ്, ട്രിബൽ കമ്മ്യൂണിറ്റീസിൽ, ഇങ്ങനെ നമുക്കിങ്ങനെ വിവരിച്ച് എഴുതാൻ പറ്റും. കണ്ടോ, കൃത്യമായിട്ട് നമുക്ക് എഴുതാം. നോർത്ത് ഇന്ത്യയിൽ എന്തൊക്കെയായിരുന്നു? നോർത്ത് ഇന്ത്യയിൽ പാട്രിലിനിയൽ സിസ്റ്റം ആയിരുന്നു. പാട്രിലിൻ എന്ന് പറഞ്ഞാൽ പിതൃവംശ പരമ്പരയായിരുന്നു. അതുപോലെ പാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അതുപോലെ സ്ട്രോങ് കാസ്റ്റ് ബേസ്ഡ് മാരേജ് അവിടെ ഉണ്ടായിരുന്നു. കാസ്റ്റ് ബേസ്ഡ് മാരേജ് പറഞ്ഞാൽ ജാതി അടിസ്ഥാനമായിട്ടുള്ള കല്യാണങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ലൈക്ക് എക്സോഗമി, ഗോത്ര റെസ്ട്രിക്ഷൻസ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ക്രോസ് കസിൻ മാരേജ് ഉണ്ടായിരുന്നു. അതുപോലെ കിങ്ഷിപ്പ് പാറ്റേണിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. ട്രിബൽ കമ്മ്യൂണിറ്റിയിൽ മാട്രിലിനിയൽ ബൈലാറ്ററൽ കൺസെപ്റ്റുകൾ കിൻഷിപ്പ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയൊക്കെ റീജിയണൽ ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു. റീജിയണൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പ്രാദേശികപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ പ്രദേശത്തും ഉള്ള മാറ്റങ്ങൾ എഴുതാം. ഇതിനൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എഴുതാൻ പറ്റുമല്ലോ. ഈ ഇന്ത്യയിലെ കിൻഷിപ്പ് സിസ്റ്റം, ഇന്ത്യയിലെ ബന്ധുത്വ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിരിക്കും. നമുക്കൊന്നും അറിയില്ലെങ്കിലും ഇന്ത്യയിലെ പല പ്രദേശത്തും പലതരം കിങ്ഷിപ്പ് പ്രാക്ടീസുകളാണ് ഉണ്ടാവുക. നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും സെൻട്രൽ സോണിലൊക്കെ പല പ്രാക്ടീസുകൾ, കിൻഷിപ്പിന്റെ ഭാഗമായുള്ള പല വ്യത്യസ്ത പ്രാക്ടീസുകൾ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു 4 അല്ലെങ്കിൽ 3 മാർക്കൊക്കെ കിട്ടും. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് നിർബന്ധമായിട്ട് കഴിയണം. അതിനുള്ള ബോധം നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, നമുക്കിങ്ങനെ തുടർന്നു പോകാം. ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് നമ്മളൊരു മനസ്സിലാക്കാൻ വേണ്ടി എന്താ പറഞ്ഞത്? ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പുരാതന ടെക്സ്റ്റുകളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയുടെ കൾച്ചറും ഇന്ത്യൻ സമൂഹത്തിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ടാക്കി മനസ്സിലാക്കിയെടുക്കാം, അല്ലേ? ഇൻഡോളജിക്കൽ അപ്രോച്ച്. ഉദാഹരണത ആൻഷ്യന്റ് ടെക്സ്റ്റ്, വേദാസ്, ധർമ്മശാസ്ത്ര, പുരാണാസ്, ഇവയൊക്കെ അടിസ്ഥാനമാക്കി ഇവയിൽ നിന്നൊക്കെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചും ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചും ഇന്ത്യയിലുള്ള വ്യത്യസ്ത ആചാരങ്ങളെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്നതിനാണ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുക. അതിൻ്റെ ആളുകൾ ആരൊക്കെയാണ്? GS ഗുര്യേ, ലൂയിസ് ഡുമോണ്ട്, ഇവരൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് അധികം ആളുകൾ അറിയെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ പ്രത്യേകിച്ച് ജാതിയെക്കുറിച്ച് പഠിച്ചു, സാമൂഹ്യ ഘടനയെക്കുറിച്ച് പഠിച്ചു, അല്ലേ? ഇവയൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? പഴയകാല പുസ്തകങ്ങളിൽ നിന്നും വേദങ്ങളിൽ നിന്നും ഒക്കെയാണ് ഇന്ത്യയെക്കുറിച്ച് അവർ പഠനം നടത്തിയത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. സിമ്പിൾ ഹൗസ് ഹോൾഡ് ആൻഡ് കോംപ്ലക്സ് ഹൗസ് ഹോൾഡിനെ കുറിച്ചുള്ള വ്യത്യസ്തം എഴുതാനാണ്. ഇതാരാണ് പരിചയപ്പെടുത്തിയെന്ന് ഓർമ്മ ഉണ്ടോ?
സിമ്പിൾ ഹൗസ് ഹോൾഡും അതുപോലെ കോംപ്ലക്സ് ഹൗസ് ഹോൾഡും? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ആരാണ് സിമ്പിൾ ഹൗസ് ഹോൾഡിനെ കുറിച്ചും കോംപ്ലക്സ് ഹൗസ് ഹോൾഡിനെ കുറിച്ചും പഠനം നടത്തിയത്? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു മേൽക്കൂരക്ക് താഴെ ഒരു തലമുറ മാത്രം ജീവിക്കുക. ഇപ്പോൾ പാരൻസ് ഉണ്ടാവും, അവരുടെ അൺമാരീഡായ ചിൽഡ്രൻസ് ഉണ്ടാവും. ഇതാണ് ന്യൂക്ലിയർ ഫാമിലി. ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ത് ചെയ്യും? ഒരു 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 മേൽക്കൂരക്ക് താഴെ താമസിക്കും. ഇതിനാണ് സിമ്പിൾ ഹൗസ് ഹോൾഡ്. കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം തലമുറകൾ എന്ത് ചെയ്യും? ഒരു മേൽക്കൂരക്ക് കീഴിൽ താമസിക്കും. അതിൽ ഗ്രാൻഡ്മ ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളതാണ് കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ. ഇതാരാണ് ഈ സിമ്പിൾ ഹൗസ് ഹോൾഡിനെ കുറിച്ചും കോംപ്ലക്സ് ഹൗസ് ഹോൾഡിനെ കുറിച്ചും ആരാണ് പരിചയപ്പെടുത്തിയത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇനി ദളിത് കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയില്ലേ? ദളിത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദളിത് എന്നുള്ള വേർഡ് ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ടവർക്കും മാറ്റി നിർത്തപ്പെട്ടവർക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അൺടച്ചബിൾസ്, തൊട്ടുകൂടാത്തവർ എന്നാണ് ഇവർക്ക് അറിയപ്പെടുക. ഇതൊക്കെ നമ്മൾക്കറിയാം, ഒരുപാട് അറിയാം. അവരെ കുറിച്ച് പഠനം നടത്തിയത് BR അംബേദ്കർ ആണ്. അംബേദ്കർ അതിനു വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുണ്ട് അല്ലെ. ഈ ജാതി വിവേചനവും ഈ ദളിത് വിവേചനവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി അംബേദ്കർ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം സാമൂഹ്യ നീതി, ഇക്വാലിറ്റി, സമത്വം, അതുപോലെ കാസ്റ്റ് ബേസ്ഡ് ഒപ്രഷൻ എന്ന് പറഞ്ഞാൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള അടിച്ചമർത്തലുകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ് അല്ലെ. അദ്ദേഹത്തിന് അന്നിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ള പുസ്തകം മെൻഷൻ ചെയ്യാം. അതുപോലെ ഗാന്ധിജി വരെ ഹരിജൻ എന്നാണ് പ്രയോഗിച്ച്. ഇങ്ങനെയുള്ള എത്രമാനം നമുക്ക് ദളിതരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇനി പെസന്റ് യൂസർ റിലേഷൻഷിപ്പ് ഇൻ റൂറൽ ഇന്ത്യ. നമുക്കറിയാം, കർഷകരും പണമിടപാടുകാരുള്ള ഒരു ബന്ധം. അത് ഏത് പാഠത്തിലാണ്? ഫീഡിങ് ദ ബനിയ എന്ന് പറയുന്ന അല്ലെ പാഠത്തിലാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. പെസന്റ് യൂസർ തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. പഴയ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ എന്ത് ചെയ്യും? പെസന്റ് യൂസർ റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലേ. ഈ എന്ത് ചെയ്യും? കർഷകർക്ക് എന്ത് ചെയ്യും? ക്രെഡിറ്റ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും? ഈ പണമിടപാടുകാരെ എന്ത് ചെയ്യും? സ്വാധീനിക്കും. അവരിൽ നിന്ന് പണം മേടിക്കും. ഉയർന്ന പലിശ അവർക്ക് എന്ത് ചെയ്യേണ്ടി തിരിച്ചു കൊടുക്കേണ്ടി. ഇതൊക്കെ നമ്മൾ ഫീഡിങ് ദ ബനിയ എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കാരണം ഈ എന്താ പറയാ, അവിടെ ബാങ്കുകൾ ഉണ്ടെങ്കിൽ പോലും ഈ കർഷകർ ആരെയാണ് സമീപിക്കുക? ഈ മണി ലെൻഡേഴ്സ് ആണ്. കാരണം എന്താ? കുടുങ്ങിയ സമയത്ത് ഇവർ പണം കൊടുക്കും. പക്ഷേ ഹൈ ഇൻട്രസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് കേട്ടോ. ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഉണ്ടായിരുന്നത്. ഇത് അവരെ കടത്തിലേക്കും അതുപോലെ നഷ്ടത്തിലേക്കും അവരെ ഭൂമി തന്നെ വിൽക്കേണ്ട ഗതികേടിലേക്കൊക്കെ അവരെത്തും. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ദേവി മൂവ്മെന്റ്സിനെ കുറിച്ച് ആ പാഠം തന്നെ അതാണ്. എന്താ? ദ കമ്മിങ് ഓഫ് ദേവി അല്ലെ. ആ കമ്മിങ് ഓഫ് ദേവി എന്ന് പറയുന്ന യൂണിറ്റിൽ തന്നെ വെരി ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദേവി മൂവ്മെന്റ് മധ്യപ്രദേശിലാണ് ഉണ്ടായിരുന്നത്. 20-ാം നൂറ്റാണ്ടിലായിരുന്നു. ഇത് നമുക്കറിയാം അല്ലെ. ഒരു പേരെന്തായിരുന്നു? സാലാബായി അല്ലെ. സാലാബായി എന്ന് പറയുന്ന ഒരു ദേവി അവരിൽ പ്രത്യക്ഷപ്പെടുകയും അവരിലുണ്ടായിരുന്ന തിന്മകളെ നിരോധിക്കുകയും അവരിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ എന്ത് ചെയ്യും? സൂചിപ്പിക്കുകയും ചെയ്യും. അതുപോലെ നാഷണൽ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ്സുകൾ അവരുടെ മധ്യപ്രദേശിൽ ഉണ്ടായിരുന്നു അല്ലേ. ഇറ്റ് വാസ് അതെ ഉണ്ടോ. ഇത് സ്ത്രീകളെ എംപവർ ചെയ്യാനുള്ളതായിരുന്നു. ആൽക്കഹോൾ അല്ലെ, മദ്യം ഉപയോഗിക്കരുത്. സോഷ്യൽ മൊറാലിറ്റി, സാമൂഹിക ധാർമ്മികതയെ പ്രോത്സാഹിപ്പിക്കാനുള്ളതായിരുന്നു. ഇങ്ങനെയുള്ള പ്രാധാന്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ദ കമ്മിങ് ഓഫ് ദേവി എന്നുള്ള യൂണിറ്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റും. സെഷൻ എ നമ്മൾ ഡിസ്കസ് ചെയ്തു, സെഷൻ ബിയും ഡിസ്കസ് ചെയ്തു, സെഷൻ സിയും ഡിസ്കസ് ചെയ്തു. ഇനി സെഷൻ ഡി മാത്രമേ ഉള്ളൂ. സെഷൻ ഡി നമുക്കറിയാം essay ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. essay ക്വസ്റ്റ്യൻസ് ആണ്. essay ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അത് ആൻസർ ചെയ്യേണ്ടതും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ജസ്റ്റ് നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കൂ. നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ആകെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 4-ൽ 2 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അറ്റൻഡ് ചെയ്താൽ മതി. സിമ്പിളായ 2 നമുക്ക് എഴുതാൻ കഴിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. കുറച്ചൊക്കെ എഴുതാൻ നമുക്ക് കിട്ടും എന്ന് തോന്നുന്ന 2 ക്വസ്റ്റ്യൻസ് നമ്മൾ മാർക്ക് ചെയ്യാം. ആ 2 ക്വസ്റ്റ്യൻസ് കൃത്യമായി നമ്മൾ എഴുതാം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നോക്കി. എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ബോംബെ ആൻഡ്
ലക്നോ സ്കൂൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോ, ഒരു യൂണിറ്റ് തന്നെ അതാണ് അല്ലേ, സ്കൂൾ ഓഫ് തോട്ട്. ഒന്ന് ബോംബെ സ്കൂൾ ഓഫ് തോട്ട്, സെക്കൻഡ് വൺ ലക്നോ സ്കൂൾ ഓഫ് തോട്ട്. ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ചുള്ള വിശദീകരണമാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഡിസ്ക്രൈബ് ഗുരിയസ് പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ. കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്ത്യയിൽ അല്ലേ ഗുര്യയുടെ ജാതിയെക്കുറിച്ചും കിൻഷിപ്പിനെ കുറിച്ചുമുള്ള പേഴ്സ്പെക്റ്റീവ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എഴുതാം. തേർഡ് വൺ, ഡിസ്കസ് ഡ്യൂബേഴ്സ് പെർസ്പെക്റ്റീവ് ഓൺ ഇന്ത്യൻ വില്ലേജ്. അതെ, ഇന്ത്യൻ ഗ്രാമത്തെക്കുറിച്ച് SC ഡ്യൂബയുടെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആ പാഠം മൊത്തം നമുക്ക് അതിൽ എഴുതാൻ പറ്റും. നാലാമത്തത്, DP മുഖർജിയുടെ ഇന്ത്യൻ സോഷ്യോളജിയിലുള്ള സംഭാവനകൾ എന്തെല്ലാമാണ്. ഇത്രയാണ് essay ക്വസ്റ്റ്യൻസിൽ ചോദിച്ച ചോദ്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും അറിയുന്ന ഉറപ്പുള്ള 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാം. ഇതിലെല്ലാം നമുക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയുക പെർഫോം ചെയ്യാൻ കഴിയുന്ന 2 ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോട്ട് ചെയ്യാം. എന്നിട്ട് ആ 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ശ്രദ്ധാപൂർവം നമുക്ക് എഴുതാം. എങ്ങനെയൊക്കെ എഴുതും, ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാ ഏകദേശം ഐഡിയ ഉണ്ടാവും നമുക്ക് എങ്ങനെയാണത് ആൻസർ ചെയ്യാം എന്നൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലേ. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് മൊത്തം ഡിസ്കസ് ചെയ്താൻ സാധ്യമല്ല, അതിന്റെ ഹിൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു പോവാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നമുക്കൊന്ന് പറഞ്ഞു പോവാം. എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ബോംബെ ആൻഡ് ലക്നോ സ്കൂൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആസ് ആൻ അക്കാദമിക് ഡിസിപ്ലിൻ ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞ സ്കൂൾ ഓഫ് തോട്ട് എന്ന ഭാഗമില്ലേ, ആ യൂണിറ്റ് മൊത്തം നമുക്കിതിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നമുക്കിതിൽ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ എഴുതാം. സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ ഒരു ചെറിയ സൈഡ് ഹെഡിങ് കൊടുക്കാം. സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഒരു വിഷയത്തിൽ സമാനമായ ആശയങ്ങൾ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ ആശയങ്ങൾ തിയറികൾ പങ്കുവെക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തെയാണ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുക. എന്നിട്ട് പറയാ 2 തരം സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് അല്ലേ, 2 തരം സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. എന്നിട്ട് ഒന്ന് അവിടെ തന്നെ മെൻഷൻ ചെയ്യുക, ഒന്ന് ബോംബെ സ്കൂൾ, 2 ലക്നോ സ്കൂൾ എന്ന് മെൻഷൻ ചെയ്യാം. എന്നിട്ട് സൈഡ് ഹെഡിങ് എഴുതാം ബോംബെ സ്കൂൾ ഓഫ് തോട്ട്. എന്നിട്ട് ബോംബെ ഒരു സൈഡ് ഹെഡിങ് വരച്ചിട്ട് എന്താണ് ബോംബെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് എഴുതാം അല്ലേ. എന്താണ് ബോംബെ സ്കൂൾ ഓഫ് തോട്ട് എന്നുള്ളതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാം. അങ്ങനെ അടിക്കാൻ എഴുതി നല്ല നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. ബോംബെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇങ്ങനെ വിവരിക്കുക എഴുതാം. നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ വായിച്ചാൽ മതി കേട്ടോ. ബോംബെ സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് യൂണിറ്റ് മൊത്തം ഉണ്ടല്ലോ. അപ്പോൾ ബോംബെ സ്കൂൾ ഓഫ് തോട്ട് എന്താണ് എന്ന് നോക്കാം. ഇത് നമുക്കറിയാം സോഷ്യോളജിയിലെ ടെക്സ്റ്റൽ സ്റ്റഡീസ് ആണ്, അതുപോലെ എംപിരിക്കൽ സ്റ്റഡീസ് ആണ്. ജാതി, ഗോത്രം, കിൻഷിപ്പ്, നഗര സമൂഹം ഇവയെക്കുറിച്ചൊക്കെ ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ എന്നിട്ട് എഴുതാം അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ലീഡേഴ്സ് അല്ലേ. ബോംബെ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ലീഡേഴ്സ് ആരാണ് എന്നിട്ട് ഇങ്ങനെ കുത്തു അടിയിക്ക് എഴുതാം. ഇപ്പം തന്നെ എത്ര അത്യാവശ്യമായി അല്ലേ. നമുക്ക് കുറച്ചറിയെങ്കിൽ പോലും നമുക്കിങ്ങനെ പേജ് നിറക്കാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടിയാണ് അത്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് എഴുതാം. രണ്ടാമത്തെ എന്താണ്, രണ്ടാമത്തെ ഇതേപോലെ നമുക്ക് എഴുതാം. 2 ലക്നോ സ്കൂൾ ഓഫ് തോട്ടാണ്. ലക്നോ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ഫീച്ചേഴ്സ് എഴുതാം. ഫീച്ചേഴ്സ് മോർ ഫിലോസഫിക്കൽ ആണത്, ഹ്യൂമനിസ്റ്റിക് ആണ്. മൂല്യങ്ങൾ, സംസ്കാരം, സിവിലൈസേഷൻ ഇവയിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് അറിയുന്നൊക്കെ ഫീച്ചേഴ്സ് എഴുതാം. എന്നിട്ട് അതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയാണ്, ലീഡേഴ്സ് രാധാകമൽ മുഖർജിയാണ്, DP മുഖർജിയാണ്. ഇങ്ങനെ അതിനെക്കുറിച്ച് അറിയുന്നതും നമുക്കിങ്ങനെ. അപ്പം എത്ര ഒരു പേജും അല്ല, 1-ലേറെ പേജ് നമുക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റും. എന്നാൽ നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സമയം കുറേ എഴുതേണ്ടി വരുമല്ലോ. അതായത് നമുക്ക് എന്താ പറയുക, അത് എഴുതിയ ഒന്നും ആവില്ല എന്നൊരാളും ടെൻഷൻ അടിക്കരുത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. കാരണം ഒരു ക്വസ്റ്റ്യൻസ് വിട്ടാൽ 10 മാർക്കാണ് പോവുക. നമ്മൾ എത്രയാണോ നമുക്ക് എഴുതാൻ കഴിയുന്നത് അത്ര നമ്മൾ പെർഫോം ചെയ്താൽ അതിനനുസരിച്ചുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കീപ് ഇറ്റ് മൈൻഡ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്ത് പോകരുത്. ഒരു ക്വസ്റ്റ്യനും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാം. ഇപ്പോൾ 10 ഇതിൽ നിന്ന് 5 എഴുതിയാമെങ്കിൽ 5 നിർബന്ധമായും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കൂ. ഗുര്യയുടെ പേഴ്സ്പെക്റ്റീവ് കാസ്റ്റിനെ കുറിച്ചും കിൻഷിപ്പിനെ കുറിച്ചും. അപ്പം നമുക്ക് എന്ത് ചെയ്താം, എന്താണ് കാസ്റ്റ് എന്ന് എഴുതാം. കണ്ടോ, ഡിഫൈൻ കാസ്റ്റ്. അതുപോലെ
കാസ്റ്റിന്റെ സവിശേഷതകൾ എന്താണ് എന്ന് എഴുതാം. ഗുര്യെ എന്തൊക്കെയാണ് കാസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് എഴുതാം. അപ്പോൾ ഉണ്ടോ അത്യാവശ്യം നമുക്കിങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് എഴുതാൻ പറ്റും അല്ലേ. കാസ്റ്റിന്റെ സവിശേഷതകൾ എഴുതാം, ഗുര്യെ പറഞ്ഞ വിഷയങ്ങൾ എഴുതാം. ഓക്കെ, GS ഗുര്യെ. അതേപോലെ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാം. ഗുര്യ കിൻഷിപ്പിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്ന് എഴുതാം. അതുപോലെ കിൻഷിപ്പ് ഓരോ സമുദായത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ കിൻഷിപ്പ് സിസ്റ്റങ്ങളാണ് ഉള്ളത്. അതുപോലെ കിൻഷിപ്പിന്റെ എന്താ പറയാ, ഗുര്യ അതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ, ഇതൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ കിൻഷിപ്പിനെ കുറിച്ചും. ജസ്റ്റ് ആ പാഠങ്ങളൊക്കെ ഒന്നിങ്ങനെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോവാം. ഓക്കെ, പിന്നെയുള്ള SC ഡ്യൂബെ ഇന്ത്യൻ വില്ലേജിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SC ഡ്യൂബയുടെ ഒരു എന്താ പറയാ, ചെറിയൊരു ബയോഡാറ്റ കൊടുക്കാൻ പറ്റും. SC ഡ്യൂബ ആരാണ്, അതേപോലെ ഇവിടെയും GS ഗുര്യ ആരാണ് എന്ന് ജസ്റ്റ് ബയോഡാറ്റ കൊടുക്കാൻ പറ്റും. അതേപോലെ SC ഡ്യൂബയുടെ പുസ്തകങ്ങൾ കണ്ടോ, SC ഡ്യൂബയുടെ പുസ്തകങ്ങൾ ഇന്ത്യൻ ഗ്രാമത്തെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്സുകളെ കുറിച്ച് അറിയുന്നത് എഴുതാൻ പറ്റും. നമ്പർ ഇട്ട് എഴുതാം, 1, 2 അറിയുന്ന ബുക്സുകൾ എഴുതാം. പിന്നെ അതേപോലെ എന്താ പറയാ, ഇന്ത്യൻ വില്ലേജിന്റെ പ്രത്യേകതകളെ കുറിച്ച് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് അറിയില്ലെങ്കിലും, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയില്ലെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് ഇന്ത്യൻ ഗ്രാമത്തെ കുറിച്ച് അറിയാലോ. അപ്പൊ നമുക്ക് പറയാം, ഇന്ത്യൻ ഗ്രാമത്തെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഗ്രാമത്തിന്റെ സവിശേഷതകളും അവിടുത്തെ സംസ്കാരം, ഇങ്ങനെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രക്ചറൽ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് ആണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇതൊക്കെ നോട്ട് ചെയ്യാട്ടോ. അദ്ദേഹം കാസ്റ്റ്, ക്ലാസ്, കിൻഷിപ്പ്, വില്ലേജിലുള്ള പവർ ഡൈനാമിക്സ്, ഇതൊക്കെ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. സോഷ്യൽ ചേഞ്ച്, മോഡേണൈസേഷൻ, പഞ്ചായത്ത് രാജ്, ഇതൊക്കെ അദ്ദേഹം ഡോക്യുമെന്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹം സോഷ്യൽ ഇന്റഗ്രേഷനും റൂറൽ ഡെവലപ്മെന്റിലൊക്കെ അദ്ദേഹം, ഗ്രാമീണ വികസനത്തിൽ, അതുപോലെ സാമൂഹിക ഇന്റഗ്രേഷൻ, ഇതിലൊക്കെ അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ DP മുഖർജിയുടെ ഒരു പാഠമുണ്ട്. അദ്ദേഹം ഇന്ത്യൻ സോഷ്യോളജിക്ക് എന്തൊക്കെ സംഭാവനകളാണ് ചെയ്തത്? DP മുഖർജി ആരാണ് എന്ന് എഴുതി വെക്കാം. ആരാണ് DP മുഖർജി? അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണ്? കാരണം സോഷ്യോളജിക്ക് അദ്ദേഹം എന്തൊക്കെ സംഭാവനകളാണെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വളരെ പ്രധാനമാണ് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്സുകൾ എന്തൊക്കെയാണ്, അദ്ദേഹം എവിടെയൊക്കെയാണ് പഠിപ്പിച്ചത് എന്ന് എഴുതാം. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അല്ലേ, അദ്ദേഹം എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം എന്ത് ചെയ്തു? സോഷ്യോളജി ഇൻ ഇന്ത്യയിലെ ഹിസ്റ്ററിയിൽ പ്രാധാന്യം നൽകി. അതുപോലെ അദ്ദേഹം വെസ്റ്റേൺ യൂണിവേഴ്സലിസം, ഇൻഡോളജിക്കൽ അപ്രോച്ച്, ഇതിനൊക്കെ അദ്ദേഹം വിമർശിച്ചു അല്ലേ. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള നമുക്ക് നോക്കിയാൽ മതി. അദ്ദേഹം പാരമ്പര്യത്തിലും മോഡേണിറ്റിയിലും രണ്ടും കൂടി എന്ത് ചെയ്തു? അദ്ദേഹം ഫോക്കസ് ചെയ്തു. അദ്ദേഹം വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. മിഡിൽ ക്ലാസ്, കൾച്ചറൽ ട്രാഡീഷൻ, റോൾ ഓഫ് ഇന്റലക്ച്വൽസ് എന്നിവയെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. ക്ലാസ് എന്ന് പറഞ്ഞ വർഗം, അതുപോലെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ കുറിച്ച് പഠനം നടത്തി. അതുപോലെ ബുദ്ധിശാലികളുടെ, ഇന്റലക്ച്വൽസിന്റെ പങ്ക് എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പഠനം നടത്തി. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഓക്കെ അല്ലേ? സെക്ഷൻ ഡിയും വളരെ ലളിതമാണ്, വളരെ സിമ്പിളായൊരു ഭാഗമാണ് സെക്ഷൻ ഡി. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്ഷൻ ഡി ഒരിക്കലും ഒരാളും സ്കിപ്പ് ചെയ്ത് പോകരുത്. നിർബന്ധമായും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ അറിയും. ഇനി ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യം എഴുതിയിട്ട് അതിലുള്ള ആളുകളെ കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അതിൽ എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അതിങ്ങനെ എഴുതി വെച്ച് പോകണം. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അതല്ലാത്ത 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻസും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. എങ്ങനെ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് അറ്റൻഡ് ചെയ്ത് വെക്കുക. നമ്മൾ പരീക്ഷൻ്റെ മുന്നോടിയായിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് എന്താ പറയുക, ഒറ്റ നോട്ടത്തിലെങ്കിലും ഓടിച്ചു പോവുക. ഇന്ന ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് പോവാം. അങ്ങനെ ആസ്വദിച്ച് പഠിക്കാം. ഒരിക്കലും ടെൻഷനായിട്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. വളരെ ഫ്രീ മൈൻഡോടുകൂടെ നിങ്ങൾ എന്തായാലും നമ്മൾ എക്സാമിൽ പാസ്സാവും എന്നുള്ള ഫ്രീ മൈൻഡോടുകൂടെ റിലാക്സ് ആയിട്ട് തന്നെ പഠിക്കുക. എജൂമി നിങ്ങളോടൊപ്പം ഉണ്ട്. എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ചോദിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട്. നമ്മുടെ
എജ്യൂമിയോടൊപ്പം ലോകത്ത് എവിടെ നിന്നും +1 +2 ഡിഗ്രി PG ചെയ്യാം. പരിചയസമ്പന്നരായ അധ്യാപകർ, മിതമായ ഫീസ്, 24 മണിക്കൂർ മെന്റർഷിപ്പ്, കഴിഞ്ഞ 3 ബാച്ചുകളിൽ 100% വിജയം. കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. എജ്യൂമി, കേരള, തമിഴ്നാടു, കർണാടക.